കൂടത്തായി കേസിലെ ഒന്നാം പ്രതി ജോളി ജോസഫ് പരീക്ഷാ തിരക്കിലാണ്. കോഴിക്കോട് സബ് ജയിലിൽ വിചാരണ തടവുകാരിയായി കഴിയുകയായിരുന്ന ജോളി പരീക്ഷയ്ക്കായി കണ്ണൂർ വനിതാ ജയിലിലെത്തി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററി പരീക്ഷയാണ് ജോളി എഴുതിക്കൊണ്ടിരിക്കുന്നത്. 2ാം വർഷ വിദ്യാർത്ഥിയാണ്. 8 പേപ്പറുകളിൽ 6 കഴിഞ്ഞു. പരീക്ഷ അവസാനിക്കും വരെ കണ്ണൂർ വനിതാ ജയിലിൽ ജോളി തുടരും. ഇതിനുശേഷം കോഴിക്കോടേക്ക് കൊണ്ടുപോകും. പ്രത്യേക സുരക്ഷയിലാണ് ജോളിയെ കണ്ണൂരിലെത്തിച്ചത്. നേരത്തെ പ്രീ-ഡിഗ്രി വിദ്യാഭ്യാസം മാത്രമായിരുന്നു ജോളിയുടെ യോഗ്യത. ജോളിയെ കൂടാതെ സെൻട്രൽ ജയിലിലെ മറ്റൊരു തടവുകാരനും BA ഹിസ്റ്ററി പരീക്ഷ എഴുതുന്നുണ്ട്. സാക്ഷരതാ മിഷന്റെ തുല്യതാ പരീക്ഷയും ജയിലിൽ നടക്കുന്നുണ്ട്. രണ്ടിലുമായി 35 പേരാണ് കണ്ണൂർ ജയിലിൽ ഇരുന്ന് പരീക്ഷ എഴുതുന്നത്. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്കും വിചാരണ തടവുകാരായി കഴിയുന്നവർക്കും നല്ല പാതയിലേക്ക് മടങ്ങിവരാനുള്ള അവസരം കൂടിയാണ് പഠനവും പരീക്ഷയും. ജയിലിലെ ഉയർന്ന പഠനയോഗ്യതയുള്ളവരാണ് മറ്റു തടവുകാർക്ക് ക്ലാസ് എടുക്കുന്നത്. കൂടുതൽ തടവുകാർ പഠനത്തിന് തയ്യാറാകുന്നുണ്ടാണ് വിവരം. ഇപ്പോൾ നടക്കുന്ന പരീക്ഷകൾ കഴിഞ്ഞാൽ NSS ഓപ്പൺ സർവകലാശാലയുടെ BBA, MCom, LLB പരീക്ഷകൾക്കും തടവുകാർ തയ്യാറെടുക്കുന്നുണ്ട്. ജയിൽ എന്നത് തടവിൽ പാർപ്പിക്കാനുള്ള ഇടം മാത്രമല്ല, പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം എന്നത് ശരിയായ പ്രയോഗം. കുറ്റവാളികളെ ശിക്ഷാ കാലാവധി തീരും മുമ്പ് കുറ്റവാസന മാറ്റിയെടുത്ത് പുതിയ മനുഷ്യരായി സമൂഹത്തിലേക്ക് ഇറക്കാനുള്ള കേന്ദ്രമാണ് ജയിലുകൾ. പല തടവുകാരും ജയിലിൽ നല്ല നടപ്പിലൂടെ ശിക്ഷാ ഇളവ് നേടി പുറത്തിറങ്ങാറുമുണ്ട്. കുറ്റവാളികൾ വീണ്ടും കുറ്റം ചെയ്യുന്നതും നിരവധിയാണ്. അതിനിടയ്ക്ക് ചിലരെങ്കിലും നല്ല പാതയിലേക്ക് നീങ്ങുന്നതാണ് പ്രിസൺ ആൻഡ് ആക്ഷൻ ഹോം എന്ന വാക്കിനെ അനർത്ഥമാക്കുന്നത്. കൂടത്തായി കേസിലെ ഒന്നാം പ്രതി ജോളി ജോസഫ് പരീക്ഷാ തിരക്കിലാണ്. കോഴിക്കോട് സബ് ജയിലിൽ വിചാരണ തടവുകാരിയായി കഴിയുകയായിരുന്ന ജോളി പരീക്ഷയ്ക്കായി കണ്ണൂർ വനിതാ ജയിലിലെത്തി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററി പരീക്ഷയാണ് ജോളി എഴുതിക്കൊണ്ടിരിക്കുന്നത്. 2ാം വർഷ വിദ്യാർത്ഥിയാണ്. 8 പേപ്പറുകളിൽ 6 കഴിഞ്ഞു. പരീക്ഷ അവസാനിക്കും വരെ കണ്ണൂർ വനിതാ ജയിലിൽ ജോലി തുടരും. ഇതിനുശേഷം കോഴിക്കോടേക്ക് കൊണ്ടുപോകും. പ്രത്യേക സുരക്ഷയിലാണ് ജോളിയെ കണ്ണൂരിലെത്തിച്ചത്. നേരത്തെ പ്രീ-ഡിഗ്രി വിദ്യാഭ്യാസം മാത്രമായിരുന്നു ജോളിയുടെ യോഗ്യത. ജോളിയെ കൂടാതെ സെൻട്രൽ ജയിലിലെ മറ്റൊരു തടവുകാരനും BA ഹിസ്റ്ററി പരീക്ഷ എഴുതുന്നുണ്ട്. സാക്ഷരതാ മിഷന്റെ തുല്യതാ പരീക്ഷയും ജയിലിൽ നടക്കുന്നുണ്ട്. രണ്ടിലുമായി 35 പേരാണ് കണ്ണൂർ ജയിലിൽ ഇരുന്ന് പരീക്ഷ എഴുതുന്നത്. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്കും വിചാരണ തടവുകാരായി കഴിയുന്നവർക്കും നല്ല പാതയിലേക്ക് മടങ്ങിവരാനുള്ള അവസരം കൂടിയാണ് പഠനവും പരീക്ഷയും. ജയിലിലെ ഉയർന്ന പഠനയോഗ്യതയുള്ളവരാണ് മറ്റു തടവുകാർക്ക് ക്ലാസ് എടുക്കുന്നത്. കൂടുതൽ തടവുകാർ പഠനത്തിന് തയ്യാറാകുന്നുണ്ടാണ് വിവരം. ഇപ്പോൾ നടക്കുന്ന പരീക്ഷകൾ കഴിഞ്ഞാൽ NSS ഓപ്പൺ സർവകലാശാലയുടെ BBA, MCom, LLB പരീക്ഷകൾക്കും തടവുകാർ തയ്യാറെടുക്കുന്നുണ്ട്. ജയിൽ എന്നത് തടവിൽ പാർപ്പിക്കാനുള്ള ഇടം മാത്രമല്ല, പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം എന്നത് ശരിയായ പ്രയോഗം. കുറ്റവാളികളെ ശിക്ഷാ കാലാവധി തീരും മുമ്പ് കുറ്റവാസന മാറ്റിയെടുത്ത് പുതിയ മനുഷ്യരായി സമൂഹത്തിലേക്ക് ഇറക്കാനുള്ള കേന്ദ്രമാണ് ജയിലുകൾ. പല തടവുകാരും ജയിലിൽ നല്ല നടപ്പിലൂടെ ശിക്ഷാ ഇളവ് നേടി പുറത്തിറങ്ങാറുമുണ്ട്. കുറ്റവാളികൾ വീണ്ടും കുറ്റം ചെയ്യുന്നതും നിരവധിയാണ്. അതിനിടയ്ക്ക് ചിലരെങ്കിലും നല്ല പാതയിലേക്ക് നീങ്ങുന്നതാണ് പ്രിസൺ ആൻഡ് ആക്ഷൻ ഹോം എന്ന വാക്കിനെ അനർത്ഥമാക്കുന്നത്. കൂടത്തായി കേസിലെ ഒന്നാം പ്രതി ജോളി ജോസഫ് പരീക്ഷാ തിരക്കിലാണ്. കോഴിക്കോട് സബ് ജയിലിൽ വിചാരണ തടവുകാരിയായി കഴിയുകയായിരുന്ന ജോളി പരീക്ഷയ്ക്കായി കണ്ണൂർ വനിതാ ജയിലിലെത്തി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററി പരീക്ഷയാണ് ജോളി എഴുതിക്കൊണ്ടിരിക്കുന്നത്. 2ാം വർഷ വിദ്യാർത്ഥിയാണ്. 8 പേപ്പറുകളിൽ 6 കഴിഞ്ഞു. പരീക്ഷ അവസാനിക്കും വരെ കണ്ണൂർ വനിതാ ജയിലിൽ ജോലി തുടരും. ഇതിനുശേഷം കോഴിക്കോടേക്ക് കൊണ്ടുപോകും. പ്രത്യേക സുരക്ഷയിലാണ് ജോളിയെ കണ്ണൂരിലെത്തിച്ചത്. നേരത്തെ പ്രീ-ഡിഗ്രി വിദ്യാഭ്യാസം മാത്രമായിരുന്നു ജോളിയുടെ യോഗ്യത. ജോളിയെ കൂടാതെ സെൻട്രൽ ജയിലിലെ മറ്റൊരു തടവുകാരനും BA ഹിസ്റ്ററി പരീക്ഷ എഴുതുന്നുണ്ട്. സാക്ഷരതാ മിഷന്റെ തുല്യതാ പരീക്ഷയും ജയിലിൽ നടക്കുന്നുണ്ട്. രണ്ടിലുമായി 35 പേരാണ് കണ്ണൂർ ജയിലിൽ ഇരുന്ന് പരീക്ഷ എഴുതുന്നത്. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്കും വിചാരണ തടവുകാരായി കഴിയുന്നവർക്കും നല്ല പാതയിലേക്ക് മടങ്ങിവരാനുള്ള അവസരം കൂടിയാണ് പഠനവും പരീക്ഷയും. ജയിലിലെ ഉയർന്ന പഠനയോഗ്യതയുള്ളവരാണ് മറ്റു തടവുകാർക്ക് ക്ലാസ് എടുക്കുന്നത്. കൂടുതൽ തടവുകാർ പഠനത്തിന് തയ്യാറാകുന്നുണ്ടാണ് വിവരം. ഇപ്പോൾ നടക്കുന്ന പരീക്ഷകൾ കഴിഞ്ഞാൽ NSS ഓപ്പൺ സർവകലാശാലയുടെ BBA, MCom, LLB പരീക്ഷകൾക്കും തടവുകാർ തയ്യാറെടുക്കുന്നുണ്ട്.
ജയിൽ എന്നത് തടവിൽ പാർപ്പിക്കാനുള്ള ഇടം മാത്രമല്ല, പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം എന്നത് ശരിയായ പ്രയോഗം. കുറ്റവാളികളെ ശിക്ഷാ കാലാവധി തീരും മുമ്പ് കുറ്റവാസന മാറ്റിയെടുത്ത് പുതിയ മനുഷ്യരായി സമൂഹത്തിലേക്ക് ഇറക്കാനുള്ള കേന്ദ്രമാണ് ജയിലുകൾ. പല തടവുകാരും ജയിലിൽ നല്ല നടപ്പിലൂടെ ശിക്ഷാ ഇളവ് നേടി പുറത്തിറങ്ങാറുമുണ്ട്. കുറ്റവാളികൾ വീണ്ടും കുറ്റം ചെയ്യുന്നതും നിരവധിയാണ്. അതിനിടയ്ക്ക് ചിലരെങ്കിലും നല്ല പാതയിലേക്ക് നീങ്ങുന്നതാണ് പ്രിസൺ ആൻഡ് ആക്ഷൻ ഹോം എന്ന വാക്കിനെ അനർത്ഥമാക്കുന്നത്.